ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം ആയതുകൊണ്ട് ഒരു പായസമായല്ലോ. ഒന്നല്ല 2 പായസം. ഇത് രണ്ടും ഞാൻ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അടപ്രഥമനും അവൽ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടിക്ക് വീറ്റിൻ്റെ ഒരു അലർജി ഉള്ളതുകൊണ്ട് ഞാൻ അവൽ പായസം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ റെഡിമെയ്ഡ് അട തിളച്ച വെള്ളത്തിലോട്ട് ഇടാം. ഇത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓയിലോ അതോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ വെന്ത് കഴിയാതെ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കാൻ നോക്കരുത്. പിന്നെ രണ്ടാമത് വെന്തില്ലെങ്കിൽ പിന്നെ നമുക്കത് വലിയൊരു പണിയാണ്. അതുകൊണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുക്കുക. ഏകദേശം ഒരു 20 മിനിറ്റ്സ് എങ്കിലും വേണം ഇതിന് വേകാൻ. വേറൊരു പാത്രത്തിൽ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തൂടെ ഇതുപോലെ ചെറിയ പതയൊക്കെ വരും. ആ പതയൊക്കെ നമുക്കെടുത്ത് മാറ്റാം. അതിനുശേഷം ഞാൻ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 2ാം പാലിലോട്ട് ഈ മെൽറ്റ് ചെയ്ത ശർക്കര ഒഴിക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് സ്റ്റെയർ ചെയ്യുക. എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഇടുക. ഈ സമയം ഞാൻ കുറച്ച് ശർക്കരപ്പാനി മാറ്റി വെച്ചു, കാരണം എൻ്റെ കുഞ്ഞിന് അവൽ പായസം ഉണ്ടാക്കാനായിട്ട്. ബാക്കി വന്നതിലോട്ട് ഈ വേവിച്ച അട ഇടുകയാണ്. ഇതൊന്ന് കുറുകി വരുമ്പം 1ാം പാലും കൂടി ഒഴിച്ചിട്ട് അത് തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഉണക്കമുന്തിരി ഇട്ടിട്ട് നമുക്ക് ഈ പായസത്തിലോട്ട് താളിക്കാം. ഇനി നമുക്ക് കുഞ്ഞിനുള്ള അവൽ പായസം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ചൂടായ ശേഷം അതിലോട്ട് ഈ തിന്നായിട്ടുള്ള അവൽ ഇട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. തിന്ന് വേണമെന്ന് നിർബന്ധമില്ല. ഇതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ച ശർക്കരപ്പാനി, അതായത് 2ാം പാല്, മെൽറ്റഡ് ശർക്കര, ഏലക്കാപ്പൊടി, ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതം, അതിലോട്ട് ഞാൻ റോസ്റ്റ് ചെയ്ത അവലിടുകയാണ്. കുറുകിയ ശേഷം, അതായത് ഒരു 5 മിനിറ്റ് മതിയാവും. എന്നിട്ട് 1ാം പാലും കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കുകയാണ്. പിന്നീട് ആ സെയിം സ്റ്റെപ്പ്, നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം കശുവണ്ടി, തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്കിത് എടുക്കാം.